അതെ, അഖിലേട്ടൻ ഇങ്ങനെ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ട് നിൽക്കല്ലേ, കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് വേണ്ടിട്ട് നമുക്ക് വേറൊരു വീഡിയോ കൂടി കണ്ടാലോ? ഗ്രൗണ്ടിൽ കിടന്ന് ഓരോന്ന് കാണിക്കൂലേ, അപ്പൊ ആലോചിക്കണം ഇതിനൊക്കെ പ്രൂഫും തെളിവുണ്ട്, കോടതി കേസ് വരും ആറ്റിങ്ങില്. പണിയാണല്ലേ. ഒരു കഥ പറയാം. സാധാരണക്കാരനായ നാട്ടുംപുറത്തുകാരന്റെ സ്വപ്നയാത്രയെക്കുറിച്ചുള്ള കഥ. കഥ തുടങ്ങുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ്. കൃത്യമായി പറഞ്ഞാൽ 1985 കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്തുള്ള കവലിയൂർ എന്ന മനോഹര ഗ്രാമം. ആ നാട്ടിലെ ജനങ്ങളുടെ വസ്ത്രങ്ങൾ തുന്നി നൽകിയിരുന്ന രാജേന്ദ്രൻ നായർക്കും ഭാര്യ ചന്ദ്രികയ്ക്കും ആരോഗ്യവാനായ ഒരു പുത്രൻ ജനിച്ചു, അഖിൽ. കലകളിൽ തൽപരനായിരുന്ന ആ കുട്ടി ബാല്യകൗമാരത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിനൊപ്പം ചെറുവേദികളിൽ മിമിക്സ് പരേഡുകളും നടത്തി കുടുംബത്തിലേക്ക് തന്നാൽ കഴിയുന്ന വിധം വരുമാനം നൽകിയിരുന്നു. എന്നാൽ ജീവിതത്തിലെ അനിശ്ചിതാവസ്ഥകളിൽ പതറി മറ്റു ചെറുപ്പക്കാരെ പോലെ ഗൾഫ് എന്ന മായിക ലോകത്തേക്ക് വിമാനം കയറാൻ ആ ചെറുപ്പക്കാരൻ നിർബന്ധിതനായി. ഗൾഫ് ജീവിതം ആ ചെറുപ്പക്കാരനെ അനുഭവങ്ങളുടെ തീച്ചൂളയിലിട്ട് പൊള്ളിച്ചു. ഒരു കലാഹൃദയം ഉള്ളിൽ ഒതുക്കി പൊരിവെയിലത്ത് ആ ചെറുപ്പക്കാരൻ കുടുംബത്തിനായി വിയർപ്പൊഴുക്കി. ഒടുവിൽ കലയാണ് തന്റെ ജീവശ്വാസമെന്ന് തിരിച്ചറിഞ്ഞ് മറ്റാരും പ്രകടിപ്പിക്കാത്ത ആത്മധൈര്യം മാത്രം കൈമുതലാക്കി അഖിൽ നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് എടുത്തു. ചുറ്റുമുള്ളവരുടെ കുത്തുവാക്കുകൾക്കിടയിൽ കാര്യമായ വരുമാനമില്ലാതെ അഖിൽ നട്ടം തിരിഞ്ഞു. തുടർന്ന് ഷോഗൻസ്, നർമ്മകല, മാഗ്നറ്റോ, സ്കൈലാർക്ക് തുടങ്ങിയ എണ്ണം പറഞ്ഞ കലാസമിതികളിൽ സജീവ സാന്നിധ്യമായി അഖിൽ മുന്നോട്ട് നീങ്ങി. ആരെയും ചിരിപ്പിക്കാനുള്ള കഴിവ് മാത്രമായിരുന്നു ആ ചെറുപ്പക്കാരന്റെ കൈമുതൽ. വിജയകരമായ വേദികൾ പിന്നിട്ട് അഖിൽ മലയാളം ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ നിറഞ്ഞാടാൻ തുടങ്ങി. അപ്പോഴും അഖിലിന്റെ മനസ്സ് നിറയെ സിനിമയെന്ന വർണ്ണലോകമായിരുന്നു. അതിനുവേണ്ടി കഠിനമായി പ്രയത്നിച്ചെങ്കിലും പലപ്പോഴും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. ചിന്നമുത്ത് എന്ന സിനിമയിൽ അവസരം ലഭിച്ചെങ്കിലും നിർഭാഗ്യവശാൽ ആ ചിത്രം പുറം ലോകം കണ്ടില്ല. കാലത്തിന്റെ കാവ്യനീതി പോലെ അധികം താമസിക്കാതെ അർഹതപ്പെട്ട വേഷങ്ങൾ അഖിലിനെ തേടിയെത്തി. ലാൽ ബഹദൂർ ശാസ്ത്രി, ഒരു തെക്കൻ തല്ല് കേസ്, ഗുരുവായൂർ അമ്പലനടയിൽ തുടങ്ങിയ മികച്ച സിനിമകളിലെ ശ്രദ്ധേയമായ വേഷങ്ങൾ അഖിലിനെ മലയാളി പ്രേക്ഷകർക്ക് കൂടുതൽ പരിചിതനാക്കി. സ്വന്തം പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും ഉള്ളിലൊതുക്കി പല വേഷപ്പകർച്ചകളിൽ കൂടി മലയാളിക്ക് നിർലോഭമായ ചിരിയും ചിന്തയും സമ്മാനിക്കുന്ന കോമഡി മാസ്റ്റേഴ്സിന്റെ സ്വന്തം അഖിൽ കവലിയൂരിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. Happy birthday! Happy birthday to you. Happy birthday, happy birthday, happy birthday to you. ഈ നിമിഷത്തിൽ എന്താണ്? ഭയങ്കര സന്തോഷം കേട്ടോ. സത്യം പറഞ്ഞാൽ അനൂജ് ബ്രോയുടെ വോയിസ് ഓവറിൽ കേട്ടപ്പോഴേ ഞാൻ സ്റ്റക്കായിപ്പോയി. കാരണം നമ്മുടെ ഒരു യാത്ര തുടങ്ങിയതും തൊട്ട് ഞാൻ ഗൾഫിൽ പോയതും അത് ആ കഥയൊക്കെ കുറേയൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കറക്റ്റ് ഒരു ഭയങ്കര എന്താണ്, നമുക്കത് ആലോചിക്കുമ്പോഴേ ചിന്നമുത്തുൻ്റെ അതൊക്കെ എങ്ങനെ കിട്ടി അനൂജ് ബ്രോ, ഇതൊക്കെ റെഫറൻസൊക്കെ? അയ്യോ, ഞാൻ സ്റ്റക്കായിപ്പോയി. ഞാൻ എൻ്റെ ചേട്ടനെ കുറിച്ചൊരു കാര്യം പറയട്ടെ. എൻ്റെ കരിയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ചേട്ടൻ. ഇത് അധികം ഒരിടത്തും പറഞ്ഞിട്ടില്ല, ആർക്കും അതിങ്ങനെ അറിയില്ല. അതായത് ഇപ്പം എന്നിലെ കലാകാരിയെ നമ്മളിപ്പോൾ ഒരു റെഫർ ചെയ്യും, ഒരു പരിപാടിയിലേക്ക് റെഫർ ചെയ്യും, അതല്ല, ഐഡന്റിഫൈ ചെയ്ത് സ്പോട്ട് ചെയ്ത് നമുക്ക് ഏറ്റവും വലിയൊരു അവസരം തന്നൊരു വ്യക്തിയാണ് ചേട്ടൻ. അതിൻ്റെ വലിപ്പം എത്രത്തോളം എനിക്ക് പറയാൻ പറ്റില്ല, അത്രയധികം വലുതാണ്. അത്രയധികം എനിക്കൊരു ടേണിംഗ് പോയിന്റ് ലൈഫിൽ എൻ്റെ കരിയറിൽ തന്നൊരു വ്യക്തിയാണ് അഖിലേട്ടൻ. എൻ്റെ സ്വന്തം ചേട്ടാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ? പുള്ളിയുടെ വലിപ്പം പോലെ അതെ അതെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് എൻ്റെ ആ ഒരു യാത്ര ഇതുവരെയുള്ള ഇപ്പം എൻ്റെ 41-42 വയസ്സിലോട്ടുള്ള ഈ യാത്രയിൽ ആ അനൂജ് ബ്രോയുടെ ശബ്ദത്തിൽ എൻ്റെ ഒരു ജീവിതം, എൻ്റെ ഒരു സ്ട്രഗിൾ, എൻ്റെ ഒരു കഷ്ടപ്പാട്, ഞാൻ വന്ന വഴി, ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞ ആ വഴിയിലൂടെ വന്ന ആ ഒരു യാത്ര ഒരു സിനിമ പോലെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ആ ഒരു മൊമെൻ്റ് എനിക്ക് തന്ന അനൂജ് ബ്രോയ്ക്കും അമൃത ടി വിക്കും കോഡക്സ് മീഡിയയ്ക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഈ മിമിക്രി എന്നും പറഞ്ഞ് നടക്കുന്നു, സ്ഥിരവരുമാനമില്ല. ആ സമയത്തു നിന്നാണ് ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഒരു വീട് വെച്ചു, ഒരു വണ്ടി എടുത്തു. ഞാൻ ഈ മിമിക്രി സ്റ്റേജ് കൊണ്ട് തന്നെയാണ്, അതായത് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത നമുക്ക് പണി നാളെ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള ജീവിതത്തിൽ ഇവിടം വരെ ഞാൻ ഹാപ്പിയാണ്. അതിന് കൂടെ നിന്ന
എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷം. ഇതൊരു സന്തോഷത്തിന്റെ സൂചനമായിട്ട് നമുക്ക് അങ്ങ് കേക്ക് മുറിച്ചാലോ? അല്ല ഇതെടുത്ത് ഇവിടെ വെച്ചിട്ട് CID നസീർ എന്റെ പൊന്നു ഗ്രിഞ്ചേ. അങ്ങനെ Birthday to you. Happy birthday to you. Happy birthday to dear Agnes. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. കല കൊണ്ട് കഞ്ഞി ഒഴിക്കുന്ന ഒരു ദൈവാധീനം വേണം നമുക്ക്. ഇപ്പം നമ്മളെ ഈ കൂടത്തിരിക്കുന്ന എല്ലാവർക്കും അതിന് പറ്റി. ഇനി നാളെയും അത് നമുക്കൊണ്ട് പറ്റട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല. ഈ വലിയ ഭൂമിയിൽ ഒരു ചെറിയ മനുഷ്യനായി ഇനിയും കുറച്ചു കാലം കൂടെ മുമ്പോട്ട് പോകണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ കേക്ക് മുറിച്ചു. അഖിലേട്ടാ ഹാപ്പി ആയില്ലേ? താങ്ക് യു. ഒരുപാട് സന്തോഷം. ആഘോഷങ്ങൾ തീരുന്നില്ല. ഇനിയുള്ള ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് പ്രീമിയർ ലീഗിന്റെ അവാർഡ് സെറമണിയാണ്. വിന്നേഴ്സിനുള്ള ട്രോഫി, ബെസ്റ്റ് ബാറ്റ്സ്മാൻ, ബൗളർ, ഫീൽഡർ, സീരീസ്. എന്താടാ കൈ തരിക്കണു ട്രോഫി വാങ്ങിക്കാൻ. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.